നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓ നല്ല ചൂട്. ഇതൊന്നും അവിടെ വെച്ചേ, ഇച്ചിരി തണുത്തിട്ട് കുടിക്കാം. ഇത്രയും ചൂട് എനിക്ക് പറ്റില്ല മോളെ. ഗിരിക്കും ഇത് തന്നെ ശീലം, വെച്ച് തണുപ്പിച്ചിട്ടാ കുടിക്കുള്ളൂ. എനിക്ക് പക്ഷെ ചൂട് ചായ ഇങ്ങനെ ഊതി ഊതി കുടിക്കാം. എന്നിട്ട് നീ അവന് കൊടുത്തോ? ഗിരി കുളിക്കാച്ചമ്മേ. ചായ ഞാൻ മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ട് പോകുന്നു. കുളിച്ചിട്ട് വരുമ്പോ ഗിരിയുടെ ഭാഗത്തുനിന്ന് തണുത്തുണ്ടാവും. നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിയെടുക്കാൻ പോകുന്നേ? അടുക്കള നോക്കാൻ ഞങ്ങൾ ശമ്പളം കൊടുത്ത് സെർവന്റിനെ നിർത്തിയിട്ടുണ്ട്. ഇനി അടുക്കള കയറി നിങ്ങൾക്ക് ഭരിച്ചാലേ മതിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആളുകളുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരാൻ നിങ്ങൾ വരണ്ട, മനസ്സിലായോ? മോളെ നന്ദു, ഇവൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തന്നെങ്കിൽ അത് നന്നായി എന്നല്ലേ കരുതേണ്ടത്? ഇവിടെ ആരെങ്കിലും നിങ്ങളോട് അഭിപ്രായം ചോദിച്ചോ? ഇത് ഞാനും ഇവരും തമ്മിലുള്ള പ്രശ്നം. നിങ്ങൾ ഇടപെടാൻ വരണ്ട. നന്ദു, എന്നോട് നീ കത്തിക്കേർന്നിരിക്കട്ടെ, പക്ഷെ പ്രായത്തിന് മൂത്തവരോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണേ. എനിക്കിവിടെ ആരോടൊന്നും സംസാരിക്കാൻ ഒരാഗ്രഹവും ഇല്ല. ദൈവത്തോർത്ത് നിങ്ങളുടെ കൈ തുറന്ന പച്ച വെള്ളം പോലും എനിക്ക് കഴിക്കാൻ തരല്ലേ, അത്രേ ഉള്ളൂ. കഴിഞ്ഞ 12 വർഷം അമ്മ ഉണ്ടാക്കി തന്നതിനേക്കാളേറെ എന്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി തന്നെയാ നീ കഴിച്ചിട്ടുള്ളത്. പഴങ്കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. ആ സുമിതേച്ചല്ല ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. നടക്കുന്ന വഴിയിൽ എണ്ണ ഒഴിച്ച് എന്നെ വീഴ്ത്താൻ ശ്രമിച്ചു. ഗർഭം അലസിപ്പിക്കാനുള്ള ഗുളികൾ തന്നുമൊക്കെ എങ്ങനെങ്കിലുമൊക്കെ എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന സ്ത്രീയാണ് നിങ്ങളിപ്പോ. നന്ദു, ഇന്ന് രാവിലെ നിങ്ങൾ അടുക്കളയിൽ കയറി ചായ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിലെന്താ കലക്കിയത് അത് പറ. പറയാൻ നിന്റെ അധിക പ്രസംഗം അങ്ങനെ ചെയ്യാനേ നിന്റെ നട്ടലില്ലാത്ത കെട്ടിയോന്റെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിന്റെ അമ്മായിയമ്മയുടെയും ചോരയല്ല എന്നെ ഞരമ്പിൽ ഒഴുകുന്നത്. ഇനി ഇടപെടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മേലിൽ ഇവൾക്ക് നേരെ നീ കൈ ഉയർത്തിയാൽ ആ കൈ ഞാൻ വെട്ടിക്കളയും, ഓർത്തോ? പോടി എന്റെ മുന്നിൽ നിന്ന്. മോളെ മോളെ, സാരമില്ല മോളെ, സാരമില്ല. കരയാതെ കരയാതെ കുട്ടി, കരയാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാർട്ടിനോ? മാർട്ടിൻ പക്ഷെ ഇത്ര കാലത്തിന് ശേഷം അത് അവന്റെ ഒരു പ്രത്യേകത ആശാനെ. പാമ്പിന്റെ പക ഉള്ളി വെച്ചോണ്ടിരിക്കും. എത്ര വർഷം കഴിഞ്ഞാലും ആന് കൊത്തുകയും ചെയ്യും. അതാ അവന്റെ ഒരു ചരിത്രം. എടാ, അവന് പക എന്നോടല്ലേ? ഞങ്ങൾ തമ്മിലല്ലേ കണക്ക് തീർക്കണ്ടേ? ആശാനോട് മാത്രമല്ലല്ലോ, അവന് ഏട്ടത്തേമയോടും പകയുണ്ടാവില്ലേ? രണ്ടുപേരെയും ഒരുപോലെ നോവിക്കാനായിരിക്കും അവന്റെ ലക്ഷ്യം. അതിനുള്ള അവസരം നോക്കി കാത്തിരുന്നതായിരിക്കും. ശരി, ആയിക്കോട്ടെ. എവിടെയാണ് അവരുടെ താവളമെന്ന് വല്ല ഊഹമുണ്ടോ നിനക്ക്? അവൻ അങ്ങനെ സ്ഥിരമായി താവളമൊന്നും ഇല്ല ആശാനെ. ഓരോ കുറ്റകൃത്യം ഓരോ സ്ഥലത്ത് വെച്ചാ. ഒരാഴ്ച മുമ്പേ ആഴിമലയിൽ അവനും അവന്റെ കൂട്ടാളികളും കൂടെ ഒരു ഗസ്റ്റ് ഹൗസ് എടുത്ത് താവളം ഉറപ്പിച്ചതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും നീക്കം വാച്ച് ചെയ്യാനായിട്ടേ സാധ്യതയുള്ളൂ.
മിക്കവാറും അവിടേക്ക് തന്നെ ആശാന ഇത്തവണയും നീക്കം. ശരി, നീ വെച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ആ ആശാനെ, പിന്നെ വേറൊരു കാര്യം. എന്താടാ? മാർട്ടിന്റെ കൂട്ടത്തിലുള്ള ടീമേ മൊത്തം കഞ്ചാവാ. എന്തും ചെയ്യാൻ മടിക്കില്ല അവന്മാര്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണം ആശാനെ. നീ ഫോൺ വെക്കടാ. ആ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ആളുടെ പേരെന്താന്നാ പറഞ്ഞത്? ശാരദ. ശാരദാമ്മയെ കിഡ്നാപ്പ് ചെയ്ത വണ്ടിയുടെ നമ്പർ പരാതിയിൽ എഴുതിയിട്ടുണ്ട് സർ. അതൊക്കെ വ്യാജ നമ്പരായിരിക്കും. പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ കിഡ്നാപ്പ് അല്ലേ? അന്വേഷിച്ച് ചെല്ലുമ്പോ ഏതെങ്കിലും പെട്ടി ഓട്ടോയുടെയോ ബൈക്കിന്റെയോ ഒക്കെ നമ്പർ ആയിരിക്കും. അതും ഏതെങ്കിലും പാവപ്പെട്ടവന്മാരുടെ. അപ്പോ ശാരദാമ്മയെ കണ്ടുപിടിക്കാൻ വഴിയൊന്നും ഇല്ലെന്നാണോ സാർ പറയുന്നത്? അങ്ങനെയല്ല. കുട്ടി ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ തന്നെ കൺട്രോൾ റൂമിൽ നിന്ന് എല്ലായിടത്തേക്കും മെസ്സേജ് പോയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും ഒക്കെ അലർട്ട് മെസ്സേജ് പോയിട്ടുണ്ട്. വണ്ടി നമ്പർ ഫേക്ക് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ മോഡലും കളറും ഒക്കെ ഫോക്കസ് ചെയ്താ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഫോട്ടോ ഫോണിൽ അയച്ചു കിട്ടിയതുകൊണ്ട് അന്വേഷണം കുറച്ചുകൂടി എളുപ്പമാ. ആ ഫോട്ടോ ആര് തന്നാ പറഞ്ഞത്? കാണാതായ ശാരദാമ്മയുടെ മകളാണ് സർ, ശാലിനി. ഇപ്പൊ ഇത്തിരി മിസ്സിംഗ് കേസുകൾ പതിവാ. നമ്മുടെ DYSP സാർ തന്നെ ഇതുപോലൊരു മിസ്സിംഗ് കേസ് നേരിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുക. ഒരു രാധയുടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ രാധ കോടതി വരെയൊന്നും എത്തില്ല മേഘനാഥൻ സാറേ. അതിനു മുമ്പ് ഞാൻ തൂക്കിയിരിക്കും. അത് DYSP മുകുന്ദനുണ്ണി മേഘനാഥൻ സാറിന് തരുന്ന വാക്കാ. എന്തായാലും ശാരദാമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടും. പിടിച്ചോണ്ട് പോയവന്മാരെയും തൂക്കും. നമ്മുടെ DYSP സാറേ ആള് പുലിയാ. ഞാനൊന്ന് സംസാരിക്കണോ DYSP സാറിനോട്? കാണുന്നേ തകരാറൊന്നുമില്ല. ഈ ഫോണിൽ ആരെങ്കിലും വിളിച്ചാ എന്നെയും കൂടി ഒന്ന് അറിയിക്കണം. ശരി. ഒന്നേ ഈ ഫോൺ അടിക്കുന്നു. ശാലിനിയാണല്ലോ. ഹലോ ശാലിനി. അഞ്ജലി, അഞ്ജലി ഇപ്പൊ എവിടെയാ? ഞാൻ പോലീസ് സ്റ്റേഷനിലാ ശാലിനി. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല അഞ്ജലി, ഞങ്ങൾ ശരി, ഞാൻ പറഞ്ഞോളാം. എന്താ? ശാരദാമ്മയുടെ മകളാണ് സർ. അവരെ തട്ടിക്കൊണ്ടുപോയ വാഹനം ആഴിമല ഭാഗത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാ ആര് പറഞ്ഞു? അവരെ ആരെങ്കിലും പോലീസിന്റെ പണി ഏൽപ്പിച്ചിട്ടുണ്ടോ? അതൊക്കെ ഇവിടുത്തെ DYSP സാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. ആ കൊച്ചിനെയും മേഘനാഥനെയും കണക്ട് ചെയ്ത് അന്വേഷിക്കുന്നതാ നല്ലതെന്നായി എനിക്ക് തോന്നുന്നത്. ഒരാഴിമല പോലും.
എവിടെയോ കണ്ടതില്ല, പരിചയമുണ്ടല്ലേ? കിട്ടി കിട്ടി, ആളെ കിട്ടി. അതായത് കോടതിയിൽ അവള് വരുമ്പോ ഒരു മിനിറ്റ്. എന്താടോ, ഞാൻ ഇവിടെ ഒരു സീരിയസ് കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. സാറേ ഈ ഒന്നും സംസാരിക്കാനില്ല. സാർ അന്വേഷിച്ചിടക്കുന്ന ആളെ കിട്ടി. രാധ അല്ല 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 സുഭദ്ര. സുഭദ്ര ഇവിടെ ഉണ്ട് സാറേ. എവിടെ? ഇവിടെ ഉണ്ട് സാർ, ഇരിക്കുന്ന DYSP ഓഫീസിന്റെ മുറ്റത്ത്. എന്താ എന്താ മേഘനാഥ സാറേ? അയ്യോ പോവല്ലേ, അതാ കൊച്ചേ മേഘ സാറൊന്ന് വന്നോട്ടെന്ന്. എവിടെ സാറേ? എവിടെയാണോ സാറേ ദേ പോകുന്നു. നോക്ക് സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ ഒന്ന് ജയിച്ചെന്ന് കരുതി നീ കൂടുതൽ ഷോ ഇറക്കല്ലേ. ഇവളുടെ ദേഹത്ത് നീ കൈവച്ചിട്ട് ഇപ്പോഴും നീ രണ്ടു കാലിൽ നിൽക്കുന്നത് നിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് കരുതിയാ മതി. ആ ഭാഗ്യം എപ്പോഴും നിന്നെ പിന്തുണയ്ക്കുമെന്നും നീ ജയിക്കുമെന്നും കരുതേ വേണ്ട. നമുക്കിടയിൽ എന്ത് ജയവും തോൽവി അവധിയെടുത്തി നമ്മൾ മൂന്നുപേരും പുറത്തുനിന്ന് ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയവരാ. അവകാശം ഒരുപോലെയാണെന്ന് ഞാൻ കരുതിയിട്ടേയില്ല. എന്നും നിങ്ങൾ എന്റെ ഒരുപടി മുകളിലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ചില പ്രവൃത്തികളും ആലോചനയും എന്നെക്കാളും എത്രയോ താഴെയാണെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ അർച്ചനയ്ക്കും അവധിയേക്കും ഈ വീട്ടിൽ ഒരേ അവകാശം വേണോന്ന് ഞാനിപ്പോ വാശി പിടിക്കുന്നത്. ആ വാശി നല്ലതല്ല മോളെ. ആന കുറച്ച് മെലിഞ്ഞൂന്ന് കരുതി തൊഴുത്ത് കെട്ടില്ല ആരും. ഇന്ന് നിന്റെ ഒരു പടി മുകളിൽ തന്നെ അവന്തിക. അതങ്ങനെ തന്നെ നിലനിർത്താൻ എന്ത് ചീപ്പ് കളി കളിക്കുകയും ചെയ്യും. എനിക്കെതിരെ എല്ലാ ചീപ്പ് കളിയും കളിക്കണം. അതെന്തായാലും എങ്ങനെയായാലും സാരമില്ല. നമ്മൾ തമ്മിലുള്ളത് ഈ വീട്ടിൽ ആരും അറിയില്ല, സച്ചിയേട്ടൻ പോലും. കാരണം നിങ്ങളെ മര്യാദ പഠിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. എന്നെ അറിയുന്നവരെപ്പോഴും എന്നെ പറയുന്ന കുറ്റം ഞാൻ ബോൾഡ് അല്ല എന്നുള്ളതാണ്. ബോൾഡ് ആകുമ്പോ ചിലപ്പോഴെങ്കിലും നമ്മുടെ ക്യാരക്ടറിന് വ്യതിയാനം സംഭവിച്ചെന്ന് വരാം. അത് സാരമില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എത്രമാത്രം കരഞ്ഞിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന്. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ധർമ്മം ജയിക്കാൻ കുറച്ചൊക്കെ അധർമ്മവും ആകാന്ന്. ഇനി അതിന്റെ വാല് പിടിച്ച അർച്ചന ഓരോന്നും ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനിപ്പോ വന്നത് ഇതൊന്നും പറയാനായിരുന്നില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തില് ഞാൻ അനക്കയോടൊരു തെറ്റ് ചെയ്തു. അതിനൊരു സോറി പറയാൻ വന്നതാ. അപ്പൊ എന്നെ മുഴുവനായിട്ട് നശിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നു. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ സോറി പറയുന്നില്ല. അത് പെൻഡിങ്ങിലിരിക്കട്ടെ. നിങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നിങ്ങളായിട്ട് തന്നെ അവസരം ഉണ്ടാക്കി തരുന്ന മട്ട. അപ്പോ എല്ലാം കൂടി ചേർത്ത് പിന്നീട് ഒരുമിച്ചൊരു സോറി പറയാം. നീ ഒന്ന് നിന്നേ. നീ പണ്ട് കേട്ട മുത്തശ്ശി കഥയുടെ ഓർമ്മയും കൊണ്ട് എനിക്കെതിരെ ഇറങ്ങല്ലേ. ആയുസ് മുറിയും നിന്റെ. മുത്തശ്ശി ഒരുപാട് കഥകൾ നിനക്ക് പറഞ്ഞു തന്നാണ്. ഇത് നീ കേട്ട കഥകളേക്കാ വലിയ ലോകമാണ്. മുത്തശ്ശി എനിക്ക് വേറൊരു കഥയും കൂടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി നിസ്സാരമായിട്ടൊരു വിവാഹം മുടക്കുന്ന കഥ. അടുത്തതായി എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ പോകുന്ന കഥ അതാണ്. വിവാഹം മുടക്കുന്ന കഥ.
അതുകൊണ്ട് രണ്ടുപേരും ഒന്നുകൂടി ഇരുത്തി ഒന്ന് ആലോചിക്കും, എന്നിട്ടിറങ്ങി പോരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ എന്റെ മാളുവിന്റെ അമ്മ തന്നെയാണല്ലോ. അമ്മ നോക്കുന്ന പോലെ തന്നെയല്ലേ ഞാൻ മാളുവിനെ നോക്കുന്നേ? അതെ. ഞാനിനി എന്താ ചെയ്യേണ്ടെന്ന് മാളു പറഞ്ഞാ മതി, ഞാൻ ചെയ്തു തന്നോളാം. പോരെ? എങ്കിലും ഞാൻ പറഞ്ഞ സത്യമാക്കി തരണം. എന്ത്? എന്റെ അമ്മയാണെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. ഗംഗ മഹിയെ കല്യാണം കഴിക്കണം. അപ്പോഴല്ലേ ഗംഗ ശരിക്കും എന്റെ അമ്മയാവും. പിന്നെ ആർക്കും ഒരിക്കലും ഗംഗ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഗംഗ ശരിക്കും എന്റെ അമ്മയായില്ലേ? എന്റെ ശ്രീ മഹേശ്വരനാണ് സത്യം. മുത്തശ്ശി പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മാളോ, ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ആരെങ്കിലും കേട്ടാ എന്നെ ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. ഗംഗ ഇവിടുന്ന് ആരും ഒരിക്കലും പറഞ്ഞു വിടാതിരിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ പോരെ? ശ്രേയ മഹിയെ കല്യാണം കഴിക്കണ്ട. ശ്രേയ എനിക്ക് ഇഷ്ടമല്ല. ഗംഗ മഹിയെ കല്യാണം കഴിച്ചാ മതി. ഗംഗ എന്നും എന്റെ കൂടെ തന്നെ വേണം. വാശി പിടിക്കില്ല മോളെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇല്ല, ഞാൻ വാശി പിടിക്കും. ഞാൻ പറയുന്ന പോലെ ചെയ്യാന്ന് ഗംഗ പറഞ്ഞതാ. അല്ല, എന്തിനാ മാളൂട്ടി വാശി പിടിക്കുന്നേ? സ്കൂളിൽ പോവാതിരിക്കാനാണോ? അല്ല. പിന്നെന്തിനാ? അത് ഈ ഗംഗയുണ്ടല്ലോ, എന്താ ഗംഗ എന്താ ചെയ്തേ? ഗംഗ എനിക്ക് ഒരു കാര്യം ചെയ്തു തരാന്ന് പ്രോമിസ് ചെയ്തിട്ട് അത് ചെയ്തു വരുന്നില്ല. എന്താ ഗംഗ ഇത്? ഒരു കാര്യം പ്രോമിസ് ചെയ്താൽ അത് ചെയ്തു കൊടുക്കണ്ടേ? കുട്ടികളെ പറ്റിക്കുന്ന മോശമല്ലേ? അത് ഞാൻ എന്ത് കാര്യാ ഗംഗ മോൾക്ക് ചെയ്തു തരാന്ന് പറഞ്ഞേ? അങ്കിളിനോട് പറ, അങ്കിള് മോൾക്ക് ചെയ്തു തരാം പോരെ? എന്താ? അതെങ്ങനെയാ അജിത്തങ്ങള് ചെയ്യുന്നേ? അയ്യേ, ഈ അജിത്ത് ഒരു മണ്ടനാ അല്ലേ ഗംഗ? മണ്ടാന്ന് വിളിച്ചത് ആരെയും കേട്ടാ? അതെന്ത് കാര്യാ? എന്ത് കാര്യാന്ന് പറഞ്ഞാലല്ലേ? പറയാതെ എങ്ങനെ അത് ശരിയാവുന്നേ? മാളു എന്നോട് പറഞ്ഞ കാര്യം ആരോടും പറയരുത് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞത് ചെയ്തു തരണം. എന്താ ഗംഗ ചെവി പറഞ്ഞേ? മണ്ടന്മാരോട് അധികം സംസാരിക്കരുത്, നമ്മുടെ ബുദ്ധി പോകുന്നു. ഇവളിങ്ങനെ പറഞ്ഞോ? അതുകൊണ്ട് ഞാൻ അജിത്തിനോട് അധികം സംസാരിക്കില്ല കേട്ടോ. ഓഹോ, അപ്പൊ രാവിലെ രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കി ഇറങ്ങിയിരിക്കുകയാണല്ലേ? ശരിയാക്കി തരാം കേട്ടോ, ശരിയാക്കി തരാം. നമുക്ക് സ്കൂളിൽ പോവാം. ഞാൻ റെഡി. ഈ തോക്ക് വേണോ എന്നെ വെടിവെച്ചു കൊല്ലാൻ? ഒരു ഡയറക്ടറിനെയാണ് കളിയാക്കുന്നതെന്ന് ഓർമ്മ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്താ അമ്മു ഈ സമയത്ത് കറുത്ത വളകൾ ധരിക്കുന്നത് നല്ലതാ ചേച്ചി? അമ്മു, രാജേട്ടാ,
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ PhD എടുത്ത ആളാ അമ്മു. അല്ല, നീ എങ്ങനെ ഇവിടെ എത്തി അമ്മു? ഓട്ടോയിലാ വന്നത്. ഓ, രാജു, നീ ആ മഞ്ഞളും എടുത്തേ. രാജു, നീ അകത്തേക്ക് പോയിക്കോ. ആർക്കും ഒരു സംശയത്തിന് ഇട നൽകണ്ട. ശരി അപ്പച്ചി. അമ്മു, ഞാൻ പോയിക്കോട്ടെ? ശരി രാജുട്ടാ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയ മോളെ ഞാൻ കാത്തിരുന്നത്. കവിതേച്ചി എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ മോളെ? കവിതേച്ചിയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ. അതൊന്നും ചേച്ചി ആലോചിച്ച് വിഷമിക്കണ്ട. പെരുവണ്ണാപുരത്തമ്മ ചേച്ചിക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ അമ്മ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. നീ ഇവിടെ എത്തും വരെ ചേച്ചിക്ക് എന്തെന്നില്ലാത്ത ആദ്യമായിരുന്നു മോളെ. നിന്റെ കൈകൊണ്ട് ഈ മഞ്ഞളിട്ട പിന്നെ ഒരു സമാധാനമായത്. നിന്റെ അനുഗ്രഹം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു ശക്തിക്കും എന്റെ കുഞ്ഞിനൊരു പോറൽ പോലെ ഏൽപ്പിക്കാൻ പറ്റില്ല. നിന്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം മോളെ ചേച്ചിക്ക് ഭാഗ്യം ഉണ്ടായത്. നീ പറഞ്ഞു തന്ന നേർച്ചകളാ ഞങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണം. ജീവനുള്ളിടത്തോളം കാലം നിന്നെ മറക്കില്ല അമ്മു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ആരാടി? എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ദേവിയോ? അനുഗ്രഹം കൊടുക്കുന്ന ദേവി മാത്രമല്ല ഞാൻ. വേണ്ടി വന്ന ചുട്ടു ഭസ്മമാക്കാൻ പോന്ന ദുർഗ കൂടിയാ. ദക്ഷയെ ചുട്ടിച്ചാരമാക്കാൻ നിനക്ക് കഴിയില്ല. ദക്ഷ എന്ന രണ്ടക്ഷരത്തിനു മുന്നിൽ മംഗലശ്ശേരിക്കാർ നടുങ്ങി വിറയ്ക്കുന്നതൊന്നും നീ അറിയുന്നില്ലേ? അവര് ശുദ്ധാത്മാക്കളായതുകൊണ്ട്, നിങ്ങളോട് എന്തോ മഹാപാപം ചെയ്തു പോയെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട്. എന്നോട് എന്റെ കുടുംബത്തോട് ചെയ്തത് പാപമല്ലാതെ പിന്നെ എന്താടി? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കൊച്ചിന്റെ കഴുത്തിന് പിടിവിട്. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടാ? കേടാ വണ്ടിയില്ല. ഇവരൊച്ചയുണ്ടാക്കിയ മംഗലശ്ശേരിയിലുള്ളവര് വരുമല്ലോ. മംഗലശ്ശേരിയിലുള്ളവരെ അറിയിക്കാതെ പോകാൻ നിനക്ക് കഴിഞ്ഞു. പക്ഷെ നീ വന്നാ നിന്റെ മണം പിടിച്ച് ഞാനത് മനസ്സിലാക്കും. നിന്നെ ഒരു നരന്ത പെണ്ണായിട്ടാ ഞാൻ കണ്ടത്. എനിക്ക് നീ ഒരു പ്രതിയോഗിയേ അല്ലായിരുന്നു. പക്ഷേ നിന്നെ ഞാനിപ്പോ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. ദക്ഷയുടെ ശരിക്കുള്ള ശത്രു നീയാ. ദക്ഷമ്മ അത് മനസ്സിലാക്കാൻ വൈകിയതില് ഞാനല്ല കുറ്റക്കാരി. ഞാൻ ശരിക്കും ആരാണെന്ന് മംഗലശ്ശേരിയിലുള്ളവർക്ക് അറിയില്ലെങ്കിലും ദക്ഷമ്മയ്ക്ക് അതറിയാം. മംഗലശ്ശേരി വീടിന്റെ മരുമകൾ.
ആ വീടിന് നേരെ ഒരു ശത്രു വന്നാൽ പ്രതികരിക്കേണ്ടത് മരുമകളായ എന്റെ കടമയാണ്. എന്റെ ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ദക്ഷമ്മയ്ക്കോ മകൾക്കോ കഴിയില്ല. വെളിപ്പെടുത്തിയാൽ മകളുടെ മോഹം പൂവണിയില്ല. അതേടി, ഞാനത് പറഞ്ഞ ശ്രീദേവി നിന്നെ നിലവിളക്ക് തന്ന് പടി കയറ്റുമെന്ന് എനിക്കറിയാം. നിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ പിഴയ്ക്കും. എന്റെ മകളുടെ കല്യാണത്തിന് മുൻപ് നീ സ്വാതിയുടെ കയ്യും പിടിച്ച് വരൂന്നല്ലേ വെല്ലുവിളിച്ചത്? ദക്ഷമ്മയ്ക്ക് അതിലൊരു സംശയവും വേണ്ട. സ്വാതിക്ക് നടക്കാൻ കഴിഞ്ഞെന്നറിഞ്ഞ ആ മനയിലിട്ട് തന്നെ അവളുടെ കാലുകൾ ഞാനായിട്ട് വെട്ടിമാറ്റും. ദൈവം മുറിക്കാൻ വിധിച്ചത് ദക്ഷയുടെ കൈകൊണ്ടാവും. എന്നിട്ട് ഞാൻ എന്റെ മകളുടെ കല്യാണം നടത്തിയിരിക്കും. അത് കഴിഞ്ഞ് ദക്ഷയുടെ തൃക്കണ്ണ് തുറക്കാൻ പോകുന്നത് നിന്റെ നേരെയായിരിക്കും. നീയല്ല ദുർഗ, ഞാനാ ദുർഗ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പാർവതി ഒരു പാവല്ലേ? ഗ്രാമത്തിലെ പെണ്ണല്ലേ? അവൾക്ക് എല്ലാം മനസ്സിലാവാൻ അല്പസമയം വേണ്ടിവരും. പാവം പോലും. ഇവളൊരു സ്പെഷ്യൽ കേസാ. ഇവളിതെല്ലാം മനസ്സിലാക്കി വരുമ്പോ വയസ്സാവും. വിശാൽ സാർ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ ചോദിച്ചതില് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, നീ പറഞ്ഞതില് ഒരു തെറ്റുമില്ല. ഞാൻ ചുമ്മാ ചിരിച്ചല്ലേ. ഈ മുല്ലപ്പൂവെ നീ തലയിൽ ചൂടിക്കോ. ഇത്രയും പൂവ് ഞാൻ തലയിൽ വെക്കണോ? ഇതിന്നെ നിനക്ക് ആവശ്യമുള്ളത് നീ തലയിൽ വെച്ചോ. നിനക്കറിയില്ലേ എത്ര വേണമെന്ന്? എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചതാ. ബാക്കിയുള്ള പൂവ് നമുക്ക് ബെഡിലിടാം. ബെഡിലിടാനോ? അതെന്തിനാ? ഈ സാർ എന്തേ പറയുന്നേ? എനിക്കത് മനസ്സിലാവുന്നില്ല. ആ, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പോന്നു. ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഈ മുല്ലപ്പൂവെ ഞാൻ തന്നെ നിന്റെ തലയിൽ ചൂടിത്തരാം. തിരിഞ്ഞേക്ക്. എന്നാലേ ഞാൻ എന്റെ മുറിയിലേക്ക് പോയിക്കോട്ടെ. ഏയ്, അതെങ്ങനെ ശരിയാവും? അതെന്തൊരു പോക്ക. ഞാനിവിടെ ഒറ്റയ്ക്കായി പോവില്ലേ. ഒറ്റയ്ക്ക് കിടക്കാനേ എനിക്ക് ഭയങ്കര പേടിയപ്പോ. ഇത്രയും നാളും ഒറ്റയ്ക്കല്ലേ വിശാൽ സാറ് കിടന്നത്? ഇപ്പൊ എന്താ ഒരു പേടി? ഇനി പേടി മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്ന് അടുത്തേക്ക് വാ. എന്റെ പേടി തനിയെ മാറിക്കോളൂ. അതെ, എനിക്ക് വേറെ പണിയുണ്ട്. പോട്ടെ. അല്ല, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈനാമ്പേച്ചി മരപ്പെട്ടി ഒരേ കൊടുക്കീഴിൽ.
ആ കോമ്പിനേഷൻ അത്ര ശരിയല്ലല്ലോ ചേച്ചി. വാ. എന്താ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നത്? ഞാൻ ജാസ്മിന്റെ ചില സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയായിരുന്നു. ഓ, ചില സാരോപദേശങ്ങളും. ജാസ്മിനെ ഉപദേശിക്കാൻ മാത്രം നീ വളർന്നോ പാർവതി? അതെനിക്കൊരു പുതിയ അറിവാണല്ലോ. ഉപദേശം മാത്രമല്ല ആന്റി, ദാമ്പത്യ ജീവിതം എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പാർവതിക്ക് എന്ത് യോഗ്യതയുള്ള? ദാമ്പത്യം എന്താണെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, അനുഭവജ്ഞാനം ഇല്ലല്ലോ. പ്രതാപൻ സാറിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടിയും ഞാൻ ജാസ്മിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴേ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിക്കും. ഇവളത് പറഞ്ഞു തരും. ഓ, ഉത്തരവ്. ആന്റി, നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല കാര്യങ്ങള്. വിശാലുമായിട്ട് ഇവളെ ദാമ്പത്യ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു പോലും. തെളിവ് സഹിതമാ എന്നോട് പറഞ്ഞത്. എന്ത് തെളിവ്? അതൊക്കെ അവളുടെ സ്വപ്നം മാത്രമാണ് ജാസ്മിൻ. നീ അതൊന്നും കേട്ട് വിഷമിക്കണ്ട. സ്വപ്നൊന്നും അല്ല ആന്റി, യാഥാർത്ഥ്യമാ. അവളുടെ തലയിലേക്കൊന്ന് നോക്കിയേ. ആ മുല്ലപ്പൂ വിശാല് വാങ്ങിക്കൊണ്ടുവന്ന് അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്തതാ പോലും. എടീ, സത്യമാണോ? വിശാല് തന്ന മുല്ലപ്പൂവാണോ ഇത്? ഞാൻ കള്ളം പറയാറില്ല. ഓ, അതിനർത്ഥം വിശാലിന് നിന്നോടുള്ള എല്ലാ ദേഷ്യവും മാറിയെന്ന് അല്ലേ? ആ അപൂർവമായ റൊമാൻറ്റിക് സീൻ മിസ്സായല്ലോ ചേച്ചി. അതോ, അത് ജാസ്മിനോട് ചോദിച്ചാൽ മതി. അവള് കണ്ടു കാണും. അവളല്ലേ ഇവിടെ ഒളിഞ്ഞു നോക്കാൻ മിടുക്കി. ആന്റി, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? എന്തൊരു അഹങ്കാരം അവക്ക്. ജാസ്മിൻ, നീ ടെൻഷൻ അടിക്കാതെ. അവളുടെ തലയിൽ ചൂടിയിരിക്കുന്ന മുല്ലപ്പൂ വാടാൻ അധിക നേരമൊന്നും വേണ്ട. വിശാൽ നിന്റെ മാത്രമാണ് ജാസ്മിൻ. അതൊരു പാർവതിക്കും തടയാൻ പറ്റില്ല. ഈ പ്രഭാവതിയാ പറയുന്നത്. പ്രഭാവതി വെറും വാക്ക് പറയാറില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവങ്ങൾക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കാതിരുന്നിട്ടുണ്ട്. ഒരമ്പലത്തിൽ വന്ന് പൂജ ചെയ്യുന്ന തീരുമാനിച്ച ഉറപ്പായിട്ടും അത് നടത്തുന്നവളല്ലേ ഞാൻ. അതിന് ഏത് സ്ഥലമായാലും. കൃഷ്ണ, ഇപ്പോഴാ ഓർക്കുന്ന, മുമ്പ് എന്റെ ശബ്ദം നഷ്ടപ്പെട്ട അവസരത്തില് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. മൂകാംബികയിൽ പോയി ഭജനിരുന്നോളാന്ന്. ശബ്ദം തിരിച്ചു കിട്ടിയിട്ടും ഞാൻ നേർച്ചയുടെ കാര്യം മറന്നു. അയ്യോ, മൂകാംബിക ദേവിക്ക് കൊടുത്ത വാക്ക് പാലിക്കാത്തതിന്റെ ദോഷങ്ങളാണോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദേവി, അമ്മ ക്ഷമിക്കണേ. എന്റെ കടം ഞാൻ ഇത്രയും പെട്ടെന്ന് വീട്ടിക്കോളാം. അമ്മ. സർ, എനിക്കൊരു കാര്യം സാധിച്ചു തരുമോ? എന്താടോ? എന്നെ മൂകാംബിക വരെ ഒന്ന് കൊണ്ടുപോവാവോ? അന്ന് എന്റെ ശബ്ദം പോയപ്പോ മൂകാംബിക അമ്മയ്ക്ക് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഞാനതങ്ങ് മറന്നും പോയി. സർ, എത്രയും പെട്ടെന്ന് നമുക്ക് മൂകാംബികയിൽ ഒന്ന് പോണം. മൂകാംബികയിൽ പോയി വരാൻ ട്രെയിൻ ചാർജ്, താമസ ചെലവെല്ലാം കൂടി. ഓ, കാശില്ല അല്ലേ? ഞാൻ കാര്യം ഓർത്തില്ല. ഏയ്, അതല്ല. എനിക്കറിയാം സർ,
ബുദ്ധിമുട്ടറിയിക്കാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാർ നന്നായിട്ട് പാടുപെടുന്നുണ്ട്. താൻ അങ്ങനെയൊന്നും പറയണ്ട. നമുക്ക് മൂകാംബികയെ പോവാം. സാർ ഇതിനു വേണ്ടി ആരോടും കടമൊന്നും വാങ്ങണ്ട. ഇതുകൊണ്ട് പണയം വെച്ചോ, അല്ലെങ്കിൽ വിറ്റോ. ആ കൈ കാണിക്ക. സാർ അതല്ല, കമ്പനിയില് എനിക്കും ആദ്യേട്ടനും മരണേട്ടനും കൂടിയിട്ട് ഒരു കോമൺ അക്കൗണ്ട് ഉണ്ട്. ഞങ്ങൾക്ക് അതിൽ നിന്ന് കാശെടുക്കാം. അവകാശപ്പെട്ടത് തന്നെയാ. താ റെഡി ആയിട്ടിരുന്നു. ഞാൻ പെട്ടെന്ന് കാശെടുത്തിട്ട് വരാം. ആദ്യം കിട്ടുന്ന ട്രെയിനില് മൂകാംബിക്ക് പോവാം. തന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം വേണ്ട. സാർ ധൃതി വേണ്ട, നമുക്ക് 2 ദിവസം കഴിഞ്ഞു പോയാലും മതി. താൻ എന്തുമാത്രം ആഗ്രഹിച്ച മൂകാംബിക പോകുന്ന കാര്യം പറഞ്ഞെന്ന് എനിക്കറിയാം. കാശിന്റെ കാര്യം വന്നപ്പോ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനല്ലേ സാവകാശം പോയാൽ മതി എന്ന് താൻ പറയുന്നത്. കഷ്ടപ്പാടിന്റെ നടുവിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ സാധിക്കുക, അതിന്റെ സുഖമൊന്ന് വേറെയാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ നിന്നെ വഴക്ക് പറയുമ്പോഴൊക്കെ ഞാൻ ശക്തിയായി തിരിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ അമ്മ എന്നോട് ഇങ്ങനെ കാണിച്ചെന്നറിഞ്ഞപ്പോ ആകെ മരവിച്ച അവസ്ഥയായിരുന്നു. എന്നാലും അമ്മ നീ ഇതെങ്ങോട്ട് പോവാ? സാർ വിടാനാ പറഞ്ഞത്. ശമ വേണ്ട ശമ. ഇല്ല, എനിക്ക് ചോദിക്കണം. എനിക്ക് ചോദിച്ചേ പറ്റൂ. സാറ് കരയെന്നെ കണ്ടിട്ട് എനിക്ക് സമാധാനായിട്ടിരിക്കാൻ പറ്റില്ല. അമ്മയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഞാൻ ചോദിച്ചിരിക്കും. വേണ്ട ശമ, വിട്ടേക്ക്. നമ്മൾ തീരുമാനിച്ച പോലെ നമുക്ക് മൂകാംബിക്ക് പോവാം. വേണ്ട, മൂകാംബികയിലെ അമ്മ എല്ലാം കാണുന്നുണ്ട്. ഒരമ്മ കാരണം ഒരു മകൻ കരയുന്നത് അമ്മ കണ്ടു കാണും. ഈ കണ്ണീരുമായിട്ട് അങ്ങോട്ടേക്ക് പോണ്ട. ദേവിയോട് ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞങ്ങള് സന്തോഷമായിട്ട് ദേവിയെ കാണാൻ വരുമെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ സർ? വേണ്ട ശമ. സർ, അവകാശം ചോദിക്കാനോ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയത് എന്തിനാണെന്ന് ചോദിക്കാനോ ഒന്നും അല്ല. മോനെ എന്തിനാ കരയിച്ചെന്ന് എനിക്ക് ചോദിക്കണം. സാറിനെ വേദനിപ്പിച്ചതിന്റെ പാപം എവിടെ കൊണ്ട് വെക്കുമെന്ന് എനിക്ക് ചോദിക്കണം. ഇനി ഇത് ആവർത്തിക്കരുതെന്നും എനിക്ക് പറയണം. അതിന്റെ ദോഷം ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് പറയണം. ശമ, വേണ്ട. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ പോകരുത്. നീ അന്ന് പറഞ്ഞില്ലേ, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏത് പ്രതിസന്ധിയും അതിജീവിക്കുമെന്ന്. അത് ഞാൻ തിരിച്ചു പറയാ. നീ ഒപ്പം ഉണ്ടെങ്കിൽ ഏത് സങ്കടവും നിമിഷ നേരം കൊണ്ട് മാറിപ്പോവും. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് നമ്മളെ ഉള്ളൂ. അങ്ങനെയല്ല, നമുക്ക് നമ്മളുണ്ട്. പിന്നെ നിന്റെ സംഗീതമുണ്ട്. ആ സംഗീതത്തെ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ.
ഞാൻ സൺഷൈൻ കമ്പനിയിലേക്ക് പോയി അടുത്ത ആൽബത്തിന്റെ അഡ്വാൻസ് വാങ്ങിക്കും. അന്തസ്സായിട്ട് നമ്മൾ ജീവിക്കും. നിന്റെ പാട്ടും എന്റെ അഡ്മിനിസ്ട്രേഷനും നമ്മൾ നേടി ക്ഷമ. ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൃപ്പങ്കോട്ട് വാസുദേവനെ തുഴ കൊണ്ട് തലക്കടിച്ച് പുഴയിൽ മുക്കി കൊന്നിട്ടും ഒരു പട്ടിക്കുഞ്ഞു പോലും സംശയമായിട്ട് വന്നില്ലല്ലോ സാറിന്റെ പിന്നാലെ. അതാ സാറ് ബുദ്ധിയുള്ള പോലീസുകാർ കൂടെയുണ്ടേലുള്ള ഗുണം. വെറും ബുദ്ധിയല്ല സാറേ വേണ്ടത്, ക്രിമിനൽ ബുദ്ധി. തൃപ്പങ്കോട്ട് വാസുദേവന്റേത് ഒരു സ്വാഭാവിക മരണമാണെന്ന് റിപ്പോർട്ട് എഴുതി കഴിഞ്ഞു. ആശങ്ക വേണ്ട. ഇതിപ്പോ ദേശം രാജ്യം ഉടയോൺ തമ്പുരാൻ എന്നൊക്കെ പറയുമെങ്കിലും നീതി നിയമമൊക്കെ ആവുമ്പോ ഞങ്ങള് പോലീസുകാരുടെ കയ്യിലേക്ക് വരും കാര്യങ്ങള്. അവിടുത്തെ കാര്യങ്ങള് ഞാൻ വേണ്ട രീതിയിൽ ചെയ്തോളാം. നിങ്ങളും വേണ്ട രീതിയിൽ ചെയ്താൽ മതി. സാറിന് ഇപ്പൊ എന്ത് സഹായമാ വേണ്ടതെന്ന് പറ. ഈ മുകുന്ദനുണ്ണി റെഡി. ഞാൻ പറഞ്ഞില്ലേ ആ കോടതിയിലെ കേസിന്റെ കാര്യം, അതാകെ തലവേദനയായി കിടക്കുക. അക്കാര്യത്തിൽ താൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇങ്ങോട്ട് വാ സാറേ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇയാളിപ്പോ ഫ്രീ ആണോ? സാറിന് വേണ്ടി എനിക്കെപ്പോഴാ ഫ്രീ ആകാൻ പറ്റാത്തത്? എങ്കിൽ ഞാൻ വരാൻ മുകുന്ദനുണ്ണി. അയ്യോ കട്ടായിക്കളല്ലേ സാറേ. എന്താ മുകുന്ദനുണ്ണി? സാറേ, തൃപ്പങ്കോട്ട് വാസുദേവന് എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്തുക്കൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴത് കയ്യിൽ തീർപ്പായി കിട്ടിക്കഴിയുമ്പോ നമ്മളെ മറന്നുകളയല്ലേ? എടോ, അതിലൊക്കെ അണാ പൈസ കുറവ് വരാതെ പ്രതീക്ഷിക്കുന്നതിൽ മുകളിൽ തരുമെന്ന് തനിക്കറിയില്ലേ? പിന്നെ ആ ഒരുമാതിരി പോലീസുകാരുടെ ചൊറിഞ്ഞ സ്വഭാവം മേഘനാഥനടുത്ത് കാണിക്കരുത്. ഓ ശരി സാർ. എന്താ സാറേ മുഖത്തൊരു ഉല്ലാസപൂത്തിരി? കാരണമുണ്ടോ. ഈ മുകുന്ദനുണ്ണിക്ക് ഇനി സർക്കാർ സർവീസിൽ കിടന്ന് ചെരുപ്പ് നക്കേണ്ട കാര്യമില്ല. കോടികളുടെ ഒരു ലോട്ടറി അടിക്കാൻ പോകുന്നു, ഒരു ബമ്പർ. അതേത് ബമ്പറാ സാറേ? വിഷു ബമ്പറാണോ? വിഷു ആണോന്നും അല്ലടോ, രാധ എന്ന ആ ബമ്പറിന്റെ പേര്. രാധയോ? അങ്ങനെ ഒരു ബമ്പറിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ സാറേ. ഇതൊരു മനുഷ്യ സ്ത്രീയാണോ? എവിടെയുണ്ട് സാറേ അവള്? തേടി കണ്ടുപിടിക്കണം. അതാ ഒരു പണി. അവൾ ഇങ്ങോട്ട് തന്നെ വരും, ഈ മുകുന്ദനുണ്ണിയുടെ കയ്യിലേക്ക്. അതാടോ എന്റെ ജാതകയോഗം. ശാലിനിയാണല്ലോ. ശാലിനി. വിഷ്ണുട്ടാ, ഇടൂ, താനിങ്ങനെ വിഷമിക്കാതെ. ശാരദാമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.